ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +2 മലയാളം ഓണപ്പരീക്ഷയ്ക്ക് മുന്നേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പാഠഭാഗത്തിൻ്റെ സമ്മറിയും ചോദ്യോത്തരങ്ങളും സെറ്റാക്കുന്ന എജുപോർട്ടിൻ്റെ ഈ ചെറിയ ക്ലാസ്സിലേക്ക് മക്കൾക്ക് ഏറ്റവും ഹാർദവമായ സ്വാഗതം. അല്ലേ? പാഠഭാഗം മുഴുവനായിട്ട് വായിച്ച് ഇതെന്താണ് ഇതിൻ്റെ തുടക്കവും അവസാനം എത്തിയപ്പോഴേക്കും ഒരു കണക്ഷൻ കിട്ടാതെ പോയ കുറേ ആളുകളുണ്ട്. അവർക്ക് ഈ ഒരു സമ്മറി അങ്ങോട്ട് കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാഠഭാഗം സെറ്റാണ്. കൂടെ നമ്മൾ ആ ചോദ്യോത്തരം കൂടി പഠിക്കുക. റെഡിയാണ്? അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സിനകത്തേക്ക് ശ്രദ്ധിച്ചിരിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്തേക്കുക? ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. പാഠഭാഗത്തിൻ്റെ പേര് പ്രകാശം ജലം പോലെയാണ്. ആ പാഠഭാഗം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കഥാപാത്രം അതിൻ്റെ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന പേരാണ്. എന്താണ് പേര്? ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ഇതിഹാസ സമാനമായ സാഹിത്യ ജീവിതത്തിലൂടെ ലോകത്തെ സ്വാധീനിച്ച ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ. കൊളംബിയയിലെ അരാക്കറ്റക്കയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഓർക്കുക, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി വെക്കുക. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. എവിടെയാണ്? ഒരു കൊളംബിയക്കാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. ഇനി അദ്ദേഹത്തിൻ്റെ ഗാബോ എന്ന വിളിപ്പേരിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ കുറിച്ചു വെച്ചു. ഗാബോ എന്ന വിളിപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു മലയാളി എഴുത്തുകാരനെ പോലെയാണ് മാർക്കസിനെ മലയാളികൾ സ്വീകരിച്ചിരുന്നത്. മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തിലൂടെ ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും തൻ്റെ കൃതികളിൽ അദ്ദേഹം അടയാളപ്പെടുത്തി. നോബൽ പ്രൈസ് ജേതാവാണ് ആര്? നമ്മുടെ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. ഇതും എന്ത് ചെയ്യുക മക്കളൊന്ന് ഓർത്ത് വെച്ചേക്കുക. 1, 2, 3, 4, 5. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. വിളിപ്പേരെന്താണ്? ഗാബോ. 1967 പ്രസിദ്ധീകരിച്ച ഏകാന്തതയുടെ 100 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ്. എന്ന നോവലാണ് അദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയത്. ഈ കൃതിക്ക് 1982 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ഏത് കൃതിക്കാണ്? ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന കൃതിക്ക് 82 നൊബേൽ സമ്മാനം ലഭിച്ചു. മനുഷ്യരാശിയുടെ ഓർമ്മകളുടെ മഹാസമുദ്രങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതികളെ വിശേഷിപ്പിക്കാറുണ്ട്. ഓർത്ത് വെച്ചേക്കുക. ഇത്രയും പ്രത്യേകതകൾ നിങ്ങൾ ഓർമ്മയിൽ വേണം. ഒന്നെന്താണ്? ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ, കൊളംബിയക്കാരനാണ്. ഗാബോ എന്ന വിളിപ്പേര്, മാജിക്കൽ റിയലിസം എന്ന സങ്കേതം, ദെൻ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ്. നൊബേൽ സമ്മാന ജേതാവാണ് ആര്? ഗാബോ. ഇത്രയും കാര്യം എന്ത് ചെയ്യുക മക്കൾ ഓർമ്മയിൽ വെച്ചേക്കുക. ഇനി പാഠസംഗ്രഹത്തിലേക്ക് വരാം. പാഠം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി അതിനെ നമുക്ക് സമ്മറി ആയിട്ട് കയ്യിലേക്ക് പിടിക്കാം. കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള തുറമുഖ നഗരമാണ് കാഡ്ജിന. ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. കടലുള്ള, കപ്പലുള്ള, തുറമുഖങ്ങളുള്ള, വള്ളങ്ങളുള്ള ഒരു തുറമുഖ നഗരമാണ് കാഡ്ജിന. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ടോട്ടോ, ജോവൽ എന്നീ കുട്ടികൾ കുട്ടിക്കാലം ചെലവഴിച്ചത് കാഡ്ജിന എന്ന് പറയുന്ന ആ തുറമുഖ നഗരത്തിലാണ്. വള്ളം വെക്കാൻ ഷെഡും ബോട്ടടുപ്പിക്കാൻ സ്ഥലവും വിശാലമായ മുറ്റവുമുള്ള കാഡ്ജിനയിലെ വീട്ടിൽ നിന്ന് അവർ വീടുമാറാണ്. പറിച്ചു മാറ്റപ്പെടുന്നിടത്ത് നിന്നാണ് മാർക്കസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ ആരംഭിക്കുന്നത്. സെറ്റാണല്ലോ? പാഠഭാഗം ഓർമ്മയിലേക്ക് വന്നല്ലോ. ദെൻ നെക്സ്റ്റ്, ഇപ്പോൾ അവർ യൂറോപ്യൻ പരിഷ്കൃത നഗരമായ മാഡ്രിഡിലാണ് താമസിക്കുന്നത്. ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? കാഡ്ജിന. കാഡ്ജിനയിൽ നിന്ന് എങ്ങോട്ട് വന്നു? മാഡ്രിഡിലേക്ക് പോന്നു. ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ 5ാം നിലയിലെ അപ്പാർട്ട്മെന്റിൽ അച്ഛനമ്മമാർക്കൊപ്പം കഴിയുന്നു. കടൽ മുറ്റത്തിൻ്റെ വിശാല വിസ്തൃതിയിൽ നിന്നും ഫ്ലാറ്റിൻ്റെ കൃത്യചതുരത്തിലേക്കും നിശ്ചലതയിലേക്കും കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഒരു പ്രവാസത്തിൻ്റെ സന്ത്രാസത്തെയാണ് കഥാകാരൻ കഥയിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നോക്കുക, ഫ്ലാറ്റിലെത്തിയ പാടെ അവർ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത് ഒരു തുഴ വള്ളം വേണമെന്നാണ്. ഫ്ലാറ്റിനകത്ത് അകപ്പെട്ടപ്പോഴും തങ്ങളുടെ ജൈവ ചോദനകൾ കൈവിടാൻ കുട്ടികൾ തയ്യാറാവുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഫ്ലാറ്റിൽ വള്ളം തുഴയാൻ ഷവറിൽ നിന്ന് വരുന്ന വെള്ളമല്ലേയുള്ളൂ എന്ന് അമ്മ മറുപടി പറയുന്നു. പഠനത്തിൽ മികവ് പുലർത്തി സമ്മാനം വാങ്ങിയാൽ
തുഴ വള്ളം വാങ്ങിത്തരാമെന്ന് മാതാപിതാക്കൾ ഒരുമിച്ച് വാഗ്ദാനം ചെയ്യുന്നു. കുട്ടികളുടെ മനസ്സ് നിറയെ തുഴവള്ളവും കടലും ഒക്കെയാണ്. ഭൂതകാലത്തിലെ ആ സൗഭാഗ്യങ്ങൾ തിരിച്ചു പിടിക്കാൻ അവർ പരിശ്രമിക്കുന്നു. നന്നായി പഠിച്ച് അവർ സമ്മാനം വാങ്ങുന്നു. പിതാവ് വാഗ്ദാനം ചെയ്ത പോലെ തുഴവള്ളം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു. ഫ്ളാറ്റിലെ കാർ ഷെഡിലാണ് തുഴവള്ളം കൊണ്ടുവച്ചത്. പിന്നീട് കൂട്ടുകാരുടെ സഹായത്തോടെ 5ാം നിലയിലെ അപ്പാർട്ട്മെന്റിലെ മുറിയിലേക്ക് വള്ളത്തെ വലിച്ചു കയറ്റി. ഒരു കവിതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ സ്വിച്ചിൽ തൊട്ടാൽ പ്രകാശം വരുന്നത് എങ്ങനെയെന്ന് അച്ഛനോട് ചോദിക്കുന്നു ടോട്ടോ. ടാപ്പ് തുറന്നാൽ ജലം ഒഴുകുന്നത് പോലെ സ്വിച്ചിൽ തൊട്ടാൽ പ്രകാശം ഒഴുകുമെന്നൊരു ഭാവന അയാൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ വെളിച്ചം എങ്ങനെ വരുന്നു? നമ്മൾ പൈപ്പ് തുറന്നാൽ വെള്ളം വരുന്നത് പോലെയാണ് സ്വിച്ച് ഇട്ടാൽ വെളിച്ചം വരുന്നത് എന്ന് ആരും പറഞ്ഞു? അച്ഛനും പറഞ്ഞു കൊടുത്തു. കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞു കൊടുത്തത്. പ്രകാശം ജലം പോലെയാണ് എന്നാണ് അച്ഛൻ നൽകിയ വിശദീകരണം. അത് മുതലാണ് കഥയിൽ മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തെ മാർക്കസ് പ്രയോജനപ്പെടുത്തുന്നത്. അച്ഛനല്ല, കഥ പറയുന്ന ആള് തന്നെയാണ് കഥയിൽ പ്രത്യക്ഷപ്പെട്ട് ടോട്ടോയുടെ മനസ്സിനെ മാന്ത്രികതയിലേക്ക് നയിക്കുന്നത് എന്ന വായനയും ഇവിടെ സാധ്യമാണ്. പ്രകാശമുള്ള ഒരു വിളക്ക്, ബൾബ് കുട്ടികൾ പൊട്ടിക്കുന്നു. സ്വർണപ്രകാശം മുറിയാകെ ഒഴുകി. പ്രകാശജലത്തിൽ കുട്ടികൾ വള്ളം തുഴയുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയെ വീണ്ടെടുക്കുകയാണ് ഇവിടെ കുട്ടികൾ. യഥാർത്ഥത്തിൽ മാഡ്രിഡിനെ കാഡ്ജിനയാക്കി മാറ്റുകയാണ് അവർ. മാറ്റുകയായിരുന്നു അവർ. ഓക്കെ, സെറ്റാണല്ലോ. നോക്കുക, പ്രകാശം ജലം പോലെയാണ്, ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും. ഈ വാക്യത്തിന് കഥയിലുള്ള പ്രാധാന്യം എന്താണ്? നോക്കുക, മാന്ത്രിക യാഥാർത്ഥ്യത്തിന്റെ വശ്യ സൗന്ദര്യം, മാജിക്കൽ റിയലിസത്തിന്റെ ഭംഗി കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച മാർക്കസിന്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയെ മാന്ത്രികമായ അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്ന ഈ ഒരൊറ്റ വാക്യമാണ്. അച്ഛൻ പറയുന്നുണ്ട് അല്ലേ? ഒരു ചർച്ചയ്ക്കിടയിൽ കഥ എഴുത്തുകാരൻ, അതായത് അച്ഛൻ, ടോട്ടോയോട് പറഞ്ഞ ഈ വാക്യം കുട്ടികൾക്ക് ഭാവനാലോകത്തിന്റെ കവാടം തുറന്നു കൊടുക്കുന്നു. കാഡ്ജിനയിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ കുട്ടികൾക്ക് നഷ്ടമായ ബാല്യ സൗഭാഗ്യങ്ങൾ അവർ മാഡ്രിഡിൽ പുനഃസൃഷ്ടിക്കുന്നു. ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമുള്ള കുടിസ് ഫ്ലാറ്റിനുള്ളിൽ പ്രകാശ ജലാശയം സൃഷ്ടിച്ച് അതിൽ വള്ളം തുഴഞ്ഞ് രസിക്കാനും മുങ്ങിത്തപ്പാനും ബോട്ടപകടം സൃഷ്ടിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നത് കഥ പറച്ചിലുകാരൻ്റെ ഈ പരാമർശം കുട്ടികൾക്ക് മുന്നിൽ തുറന്നിട്ട ഭാവനയുടെ സാധ്യതകളാണ്. ഈ ഒരൊറ്റ വാക്ക് കേട്ടപ്പോൾ കുട്ടികളുടെ ഭാവന എന്ത് ചെയ്തു? വല്ലാതെ വികസിച്ചു. അപ്പോൾ ആ വെളിച്ചത്തിൽ നീന്തി തുടിക്കാൻ എന്ത് ചെയ്തു? അവരാഗ്രഹിച്ചു. അത് തന്നെയാണ് ഈ പാഠഭാഗത്തിന്റെ ഏറ്റവും വലിയ സാരം എന്ന് പറയുന്നത്. കാഡ്ജിനെ, മാഡ്രിഡ് എന്നീ സ്ഥലങ്ങൾക്ക് പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലുള്ള പ്രാധാന്യം എന്താണ്? കാഡ്ജിനെ, മാഡ്രിഡ് എന്നീ സ്ഥലങ്ങൾക്ക് പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലുള്ള പ്രാധാന്യം എന്താണ്? മാർക്കസിന്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ ടോട്ടോ, ജോവൽ എന്നീ എലിമെന്ററി സ്കൂൾ കുട്ടികളുടെ ജന്മദേശമാണ് കാഡ്ജിനെ. കൊളംബിയയിലെ ഒരു തുറമുഖ പട്ടണം. കടലും കടൽ തീരവും വള്ളവും ധാരാളം കളിയിടങ്ങളുമുള്ള കാഡ്ജിനയിൽ ഉല്ലാസഭരിതമായ ജീവിതമാണ് അവർ നയിച്ചത്. അച്ഛൻ ചൂത് കളിച്ചുണ്ടായ കടം വീട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ കുടുംബം സ്പെയിനിലേക്ക് താമസം മാറിയത്. അച്ഛൻ ചൂതാട്ടത്തിൽ ഏർപ്പെട്ട് ഉള്ള പണം മുഴുവൻ നഷ്ടപ്പെടുത്തി കടം കയറി. അത് വീട്ടാൻ വേണ്ടിയുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ മാഡ്രിഡിലേക്ക് മാറുന്നത്. കടലും കളിയിടങ്ങളുമുള്ള കാഡ്ജിനയിൽ നിന്ന് നദിയോ മറ്റ് ജലാശയങ്ങളോ ഇല്ലാത്ത പൊള്ളുന്ന വേനലുള്ള മാഡ്രിഡിലെ കുടിസ് ഫ്ലാറ്റിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്ന ടോട്ടോവും ജോവലും അനുഭവിക്കുന്ന ആത്മസംഘർഷവും അത് മറികടക്കാൻ അവർ നടത്തുന്ന ഭാവനാ യാത്രയുമാണ് ഈ കഥയുടെ മുഖ്യ പ്രമേയം. അതുകൊണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾക്കും ഈ കഥയിൽ വലിയ പ്രാധാന്യമുണ്ട്. സെറ്റാക്കി വെച്ചോ. ദെൻ നെക്സ്റ്റ്, കൊളംബിയയിൽ അധിനിവേശം നടത്തിയ സ്പെയിനിനോട് എഴുത്തുകാരൻ്റെ ഉള്ളിൽ നീറുന്ന പ്രതിഷേധത്തിന്റെ സൂചനകൾ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ കണ്ടെത്താനാകുമോ? കുറിപ്പെഴുതുക. കൊളംബിയയിൽ കുറെ കാലം ഭരണം നടത്തിയിരുന്നത് സ്പെയിനായിരുന്നു. ആ പ്രതിഷേധം തൻ്റെ കഥയിലൂടെ ആര് കാണിക്കുന്നുണ്ട്? എഴുത്തുകാരൻ കാണിക്കുന്നുണ്ട്. ഉദാഹരണം, കൊളംബിയൻ എഴുത്തുകാരനായ മാർക്കസിന്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയ്ക്ക് ചില രാഷ്ട്രീയ തലങ്ങൾ കൂടിയുണ്ട്. കൊളംബിയയിൽ അധിനിവേശം നടത്തിയ സ്പെയിനിനോട് ഉള്ളിൽ നീരസമുള്ള എഴുത്തുകാരനാണ് മാർക്കസ്.
അതിൻ്റെ സൂചനകൾ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ കാണാം. സ്പെയിനിന്റെ പ്രിയ പുഷ്പമായ ജറാനിയത്തിന്റെ ചെടിച്ചട്ടിയിൽ സ്കൂളിലെ കുട്ടികൾ മൂത്രമൊഴിക്കുന്നു. അവർ സ്പെയിനിന്റെ ദേശീയ ഗാനത്തിന് പാരഡി ഉണ്ടാക്കി പാടുന്നു. കഥയുടെ അന്ത്യത്തിൽ സ്പെയിനിനെ കുറിച്ച് നദിയോ കടലോ ഇല്ലാത്ത പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന, ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാഡ്രിഡ് എന്ന പരാമർശത്തിൽ മാജിക്കൽ റിയലിസത്തിന്റെ സൗന്ദര്യം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇവിടെയെല്ലാം മാർക്കസിന് സ്പെയിനിനോടുള്ള നീരസം പ്രകടമാണ്. സെറ്റാണല്ലോ. ഏറ്റവും എളുപ്പം പാഠസംഗ്രഹം മനസ്സിലാക്കുക, ചോദ്യോത്തരങ്ങൾ ഒരു തവണ കൂടി കേൾക്കുക, പാഠഭാഗം റെഡിയാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ.